മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ പഠിക്കുന്നത്. ഏതു പാഠത്തിലെ കഥാപാത്ര നിരൂപണമാണ്? ദയ എന്ന നമ്മളുടെ തിരക്കഥാഭാഗമുണ്ട് അല്ലെ. അപ്പൊ വളരെ മനോഹരമായ ഒരു തിരക്കഥയായിരുന്നു. നമ്മൾ പറഞ്ഞു അല്ലെ, പഠിച്ചു ആ പാഠഭാഗത്തെ കുറിച്ച്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സിനിമയെ അല്ലെങ്കിൽ ആ തിരക്കഥയുടെ പേര് തന്നെ ആയിട്ടുള്ള അല്ലെ, അതിൽ മെയിൻ കഥാപാത്രമായ ദയ എന്ന പെൺകുട്ടിയെ കുറിച്ചാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഥാപാത്ര നിരൂപണങ്ങൾ നമുക്ക് 7 മാർക്കിനായിരിക്കണം നമുക്ക് ചോദിക്കുക അല്ലെ. കാരണം നമുക്ക് എസ്സേ ചോദ്യങ്ങൾ, ഉപന്യാസമാണെങ്കിലും അല്ലെങ്കിൽ മുഖപ്രസംഗമാണെങ്കിലും അത്തരം ചോദ്യങ്ങളൊക്കെ നമുക്ക് 7 മാർക്കിനാണ് ഉണ്ടാവുക. അപ്പൊ കഥാപാത്ര നിരൂപണം അതേപോലെ വലിയൊരു ചോദ്യമാണ് അല്ലെ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ എഴുതാനുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എന്നാണ് ടീച്ചർ പറഞ്ഞു വന്നത്. അപ്പോൾ നമുക്ക് തിരക്കഥയാണെങ്കിലും അല്ലെങ്കിൽ കഥ, നോവൽ പോലെയുള്ള പാഠഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യം എന്താണ്? കഥാപാത്ര നിരൂപണമാണ്. അപ്പൊ 7 മാർക്കിന് മാത്രമല്ല 5 മാർക്കിനും നമുക്ക് ചോദിക്കാം. അതേപോലെ 3 മാർക്കിന് അല്ലെ, കുറച്ച് സവിശേഷതകളൊക്കെ ഉൾപ്പെടുത്തി എന്താണ് അത്തരം ചോദ്യങ്ങളും ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ എത്ര മാർക്കിന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ 7 മാർക്ക് മുതൽ എന്താണ്, അല്ലെങ്കിൽ 7 മാർക്കിന് ഉൾപ്പെടെ നമുക്ക് കഥാപാത്ര നിരൂപണങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായതുകൊണ്ട്, അപ്പൊ 7 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് ആദ്യം നമ്മൾ എങ്ങനെയാണ് കഥാപാത്ര നിരൂപണം അല്ലെ നമ്മൾ എഴുതേണ്ടത്, എന്തൊക്കെ സവിശേഷതകൾ, എന്തൊക്കെ പോയിന്റുകൾ നമ്മൾ എഴുതണം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ഒരു കഥാപാത്രത്തിന്റെ രൂപം, വേഷം, കഥയില് അല്ലെങ്കിൽ തിരക്കഥയില്, നോവലില് ഏതാണോ നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ, അതിനകത്ത് ആ കഥാപാത്രത്തിനുള്ള സ്ഥാനം എന്താണ് അല്ലെ, അവരുടെ ഇപ്പോൾ ദയയാണെങ്കിൽ ദയയുടെ ജീവിത പശ്ചാത്തലം എന്താണ്, അല്ലെ മൂല്യങ്ങൾ എന്താണ്, മറ്റുള്ളവരോടുള്ള ഇടപെടൽ അല്ലെ, നമുക്ക് ആ കഥാപാത്രം അല്ലെ വായിച്ച സമയത്ത് നമുക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ആ കഥാപാത്രത്തിന്റെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ എഴുതണം അല്ലെ. മറ്റു കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധം അല്ലെ, പാഠഭാഗത്തെ സ്ഥാനം അല്ലെ, സ്വഭാവത്തിന്റെ പ്രത്യേകതകള്, കഥാപാത്രം നമ്മുടെ കാഴ്ചപ്പാട്, അതായത് നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്തത് ആ കഥാപാത്രം വായിച്ച സമയത്ത്, ഓൾറെഡി പറഞ്ഞു അല്ലെ, ജീവിത പശ്ചാത്തലം. അപ്പൊ ഇത്രയും ഘടകങ്ങളൊക്കെ എന്തിൽ നമ്മൾ എഴുതാൻ ശ്രമിക്കണം, ഒരു കഥാപാത്ര നിരൂപണം എഴുതുന്ന സമയത്ത് ഇത്രയും പോയിന്റുകൾ നമ്മൾ എഴുതാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, അപ്പൊ ദയ എന്ന നമ്മളുടെ കഥാപാത്രമാണ്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ദയയെക്കുറിച്ച് നമ്മൾ എഴുതുക അല്ലെ. അപ്പോൾ MT വാസുദേവൻ നായരുടെ അല്ലെ ദയ എന്ന പെൺകുട്ടി എന്ന് പറയുന്ന നോവലിന്റെ ആസ്പദമാക്കിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ദയ എന്ന തിരക്കഥ എഴുതിയത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ വളരെ ശക്തയായ ഒരു സ്ത്രീ കഥാപാത്രമാണ് അല്ലെ. വളരെ ശക്തയായ എല്ലാ മേഖലകളിലും എന്താണ്, അറിവും ബുദ്ധിയും അല്ലെ, കായികപരമായിട്ടും എല്ലാ മേഖലയിലും എന്ത് ചെയ്യുന്നു, മികവ് തെളിയിച്ച ഒരു പെൺകുട്ടിയായിരുന്നു ദയ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ദയ വളരെ ബുദ്ധിമതിയായ ഒരു പെൺകുട്ടിയാണ്, സമർത്ഥയാണ് എന്ന് പറയാം നമുക്ക് അല്ലെ. ചതുരംഗ കളിയൊക്കെ ജയിക്കാമായിരുന്നു അല്ലെ, വളരെ എന്താ പറയാ, നിഷ്പ്രയാസം ജയിക്കാമായിരുന്ന ഒരു കളി ആയിരുന്നിട്ടും ദേ എന്താ ചെയ്യണേ അല്ലെ, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിന്റെ അല്ലെ, രാജാവിന്റെ മനസ്സ് വായിക്കുക കൂടെയാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ സമനിലയ്ക്ക് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അല്ലെ. കളിയിലെ തോൽവി രാജാവിന്റെ മനസ്സിലെ കാലത്തും കയ്പായി നിലനിൽക്കുമെന്ന് ആ ഒരു അല്ലെ മറ്റൊരാളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് എന്താണ്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ ദയ തിരിച്ചറിയുന്നു. ദയയുടെ ആ ഒരു മികവൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. സന്ദർഭത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പെരുമാറുക എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്കില്ലാണ് അല്ലെ. ഇപ്പൊ ചില ആളുകൾ ഔചിത്യമില്ലാതെ പല സന്ദർഭങ്ങളിലും നിന്നിട്ട് സംസാരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്, പെരുമാറുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ വളരെ ഉചിതമായിട്ട് ഓരോ സന്ദർഭങ്ങൾക്ക് അനുസരിച്ച് പെരുമാറാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ വകതിരിവ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് ദയ എന്ന് പറയുന്ന കഥാപാത്രം അല്ലെ. അസ്ത്രപ്രയോഗം, വാൾപ്പയറ്റ്, കുതിരസവാരി, ഇങ്ങനെ എല്ലാ രംഗത്തും എന്താണ്, മിടുക്കിയാണ് അല്ലെങ്കിൽ സമർത്ഥയാണ് ദയ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ആ ഒരു കാലഘട്ടം സ്ത്രീകൾക്ക് അത്ര വലിയ അല്ലെ സാമൂഹിക പദവിയോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കായികപരമായിട്ടുള്ള കാര്യങ്ങൾ, അസ്ത്രവിദ്യ അല്ലെങ്കിൽ വാൾപ്പയച്ച്, കുതിരസവാരി, ഇതൊന്നും പെൺകുട്ടികൾ അല്ലെ ചെയ്ത് ഇന്നത്തെ പോലെ അങ്ങനെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാലമൊന്നും അല്ല അല്ലെ. അപ്പൊ ആ കാലഘട്ടത്തിലാണ് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെ അല്ലെ ആര് ജീവൻ നൽകിയത്, നമ്മുടെ മഞ്ജു വാര്യർ അല്ലെ, അല്ലെങ്കിൽ എം ടി അങ്ങനെ ഒരു കഥാപാത്രത്തെ എഴുതിയത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അറിവിന്റെ കാര്യത്തിലും ദയ വളരെയധികം മുൻപിലാണ്. അപ്പൊ തന്റെ
മുതലാളിയായ മൻസൂറിനെ അല്ലെ അദ്ദേഹത്തിന്റെ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സ്വയം അല്ലെ ഒരു പണയവസ്തുവായി മാറി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് അടിമയായി മാറി അല്ലെ തനിക്ക് ഇത്രയും വില ഇട്ടുകൊണ്ട് രാജകൊട്ടാരത്തിലെത്തുകയും അവിടുന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ വളരെ അടിപൊളിയായിട്ട് മറുപടി പറയുകയും അല്ലെ രാജാവിന്റെ കയ്യിൽ നിന്ന് ഒടുവിൽ ഒരുപാട് സമ്മാനങ്ങൾ വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ദയ അവിടുന്ന് പിൻവാങ്ങുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ തന്റെ യജമാനായ മൻസൂറിനെ രക്ഷിക്കാൻ സ്വയം അടിമയാകാൻ പോലും എന്ത് ചെയ്യുന്നു തയ്യാറാവുന്നു. അത്രയും സ്നേഹമുള്ള ആത്മാർത്ഥതയൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് ദയ എന്ന കഥാപാത്രം. സ്നേഹത്തിന്റെയും നന്മയുടെയും പ്രതീകമായി അവൾ മാറുന്നുണ്ട്. തന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ ആൺവേഷം കെട്ടുന്നു. ഏത് പ്രതികൂല സാഹചര്യത്തെയും മനസാന്നിധ്യത്തോടുകൂടെ നേരിടാനുള്ള ചങ്കുറപ്പ് അല്ലെ. താനൊരു പെണ്ണായതുകൊണ്ട് അല്ലെങ്കിൽ തനിക്ക് ഇന്ന കാര്യങ്ങൾ അല്ലെ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിച്ച് മാറി നിൽക്കുന്നില്ല അല്ലെ. വളരെ എന്താണ് ശക്തിയായി തന്നെ അല്ലെ തൻ്റെ എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നു ഇടപെടുന്ന ഒരു കഥാപാത്രമാണ് അല്ലെ. വളരെ എന്താ പറയാ ആത്മാർത്ഥതയോടുകൂടെ എല്ലാവരോടും പെരുമാറുന്ന, സമചിത്തതയോടുകൂടെ വകതിരിവോടുകൂടെ അല്ലെ ഗൗരവം മനസ്സിലാക്കി ഓരോ സിറ്റുവേഷനും അനുസരിച്ച് പെരുമാറുന്ന ഒരു കഥാപാത്രം കൂടെയാണ് ദയ എന്ന കഥാപാത്രം. പിന്നെ കുതിരയെ മെരുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെ. മനുഷ്യന്മാരെ പോലും അല്ല അല്ലെ തൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ജീവി അല്ലെ ആ ജീവിയെ പോലും അതിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു മനഃശാസ്ത്രപരമായിട്ടാണ് ആരെ സമീപിക്കുന്നത്, ആ കുതിരയെ ദയ അല്ലെ സമീപിക്കുന്നത്. കാരണം അങ്ങനെ നിൽക്കുന്ന ഒരു കുതിരയാണ് അല്ലെ ഇന്നെ ഞാൻ തോൽപ്പിക്കാൻ വന്നിരുന്നല്ല, ഈ തോൽക്കുന്നുമില്ല അല്ലെ എന്നെ ഒന്ന് രക്ഷിക്കുന്നു ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ കുതിരേന്റെ മനസ്സുമാര് കവർന്നെടുക്കുന്നത് ദയ അല്ലെ അതിന്റെ സമ്മതമൊക്കെ ചോദിച്ച് അല്ലെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു കഥാപാത്രമാണ് ദയയുടേത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കഥാപാത്ര നിരൂപണം ചോദിക്കുന്ന സമയത്ത് കഥാപാത്രം, ആ കഥാപാത്രത്തിന് കഥയിലുള്ള സ്ഥാനം അല്ലെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയിട്ടാണ് എന്ത് ചെയ്യണം നമ്മളുടെ അഭിപ്രായം കൂടെ ലാസ്റ്റ് വെച്ചിട്ടാണ് ഈ കഥാപാത്ര നിരൂപണം 7 മാർക്കിനാണെങ്കിൽ നമ്മളത് അല്ലെ ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ പഠിച്ചു തുടങ്ങേണ്ട സമയം നമ്മൾ അതിക്രമിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമുക്ക് ക്രിസ്മസ് എക്സാം ഒക്കെ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഒരു പാഠഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമാണ്. അപ്പൊ ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ മക്കൾക്ക് ഇനി ഏതെങ്കിലും പാഠഭാഗമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതേപോലെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മക്കൾ കമന്റ് ചെയ്യണം. അപ്പൊ ടീച്ചർക്ക് അത് വായിച്ച് നോക്കിയിട്ട് അടുത്ത വീഡിയോസ് എന്ത് ചെയ്യുക ആ രീതിയിൽ ചെയ്തു തരാൻ പറ്റുമല്ലോ അല്ലെ. അപ്പൊ ഇനി സമയം കളയരുത്, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങാം കേട്ടോ. നമുക്ക് ഇനിയും കാണാം. ബൈ.